നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കെടുതി അതിരൂക്ഷം, 3 മരണം. കോഴിക്കോട് ചാത്തമംഗലത്തൊരാളെ പുഴയിൽ കാണാതായി. വടക്കൻ കേരളത്തിൽ ഇന്നും നാളെയും റെഡ് അലർട്ട്. അതിശക്തമായ മഴ 3 ദിവസം കൂടി. 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കുട്ടനാട് താലൂക്കിലും മാഹിയിലും അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് കുമ്പളയിൽ കെമിക്കൽ ബാരൽ കരക്കടിഞ്ഞു. ബാരൽ കണ്ടത് മത്സ്യത്തൊഴിലാളികൾ. കൊല്ലം കരുനാഗപ്പള്ളി അഴീക്കലിൽ കടൽ ഭാഗത്ത് എണ്ണ ബാരൽ കരക്കടിഞ്ഞു. കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് ഒഴുകിയെത്തിയതെന്ന് സംശയം. മഴ തുടങ്ങിയതോടെ സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷം. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളുടെ തീരമേഖലയിലാണ് കടലാക്രമണം. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാന ലാപ്പിൽ. ആര്യാടൻ ഷൗക്കത്തിനായി റോഡ് ഷോയുമായി പ്രിയങ്ക ഗാന്ധി. ഇനി മാറ്റത്തിന്റെ സമയമെന്ന് പ്രിയങ്ക. നിലമ്പൂരിൽ PV അൻവർ കരുത്ത് തെളിയിക്കുമെന്ന് തൃണമൂൽ MP യൂസഫ് പത്താൻ. PV അൻവർ കൊടും വഞ്ചകനെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി. രാഷ്ട്രീയം പറയാതെ LDF പച്ച വർഗീയത പറയുന്നുവെന്ന് VD സതീശൻ. LDFും UDFും വർഗീയ പ്രീണനം നടത്തുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ. വാഹന പരിശോധനാ വിവാദത്തിൽ നിയമ നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. നേതാക്കളുമായി സംസാരിച്ച് തീരുമാനമെടുക്കുമെന്നും സണ്ണി ജോസഫ്. നിലമ്പൂരിൽ UDF അനുകൂല തരംഗമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ അടക്കമാണ് മണ്ഡലത്തിൽ ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രിയുടെ ക്യാമ്പയിൻ കൊണ്ട് കാര്യമുണ്ടാകില്ല എന്നും 24നോട്. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച 5 മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി P രാജീവ് മൃതദേഹം ഏറ്റുവാങ്ങി. നടപടികൾ ഏകോപിപ്പിച്ച് നോർക്ക. എറണാകുളം മൂവാറ്റുപുഴയിൽ വാഹന പരിശോധനയ്ക്കിടെ SIയെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ തിരിച്ചറിഞ്ഞു. ഇടുക്കി മണിയാറൻകുടി സ്വദേശി മുഹമ്മദ് ഷെരീഫ്, തൊടുപുഴ വെങ്ങല്ലൂർ സ്വദേശി ആഫിസ് നിസാർ എന്നിവർക്കായി തെരച്ചിൽ. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച 3 പേർ കസ്റ്റഡിയിൽ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണസംഖ്യ 247 അടുത്തെന്ന് ഗുജറാത്ത് ആരോഗ്യമന്ത്രി. മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാനിയുടേതുൾപ്പെടെ 47 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. അപകടത്തിന്റെ നിർണായക ദൃശ്യങ്ങൾ 17-കാരൻ ആര്യൻ പകർത്തിയത് യാദൃശ്ചികമായി. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിൽ ഹെലികോപ്റ്റർ തകർന്ന് 7 പേർ മരിച്ചു. ഡെറാഡൂണിൽ നിന്ന് കേദാർനാഥിലേക്കുള്ള യാത്രക്കിടയിലാണ് അപകടം. ഹെലികോപ്റ്റർ കമ്പനിക്കെതിരെ കേസെടുത്ത് പോലീസ്. രാജ്യത്തെ കോവിഡ് കേസുകളിൽ നേരിയ കുറവ്. 7383 പേർക്ക് രോഗബാധ. കേരളത്തിലും ആക്റ്റീവ് കേസുകൾ കുറഞ്ഞു. 24 മണിക്കൂറിടെ സംസ്ഥാനത്ത് 5 കോവിഡ് മരണം. കൊച്ചിയിലെ പെറ്റ് ഹോസ്പിറ്റലിനെതിരെ പരാതിയുമായി സംവിധായകനും നടനുമായ നാദിർ ഷാ. ഗ്രൂമിങ്ങിന് നൽകിയ പൂച്ചയെ കൊന്നുവെന്നു പരാതി. ആരോപണം എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിന് എതിരെ. സംവിധായകൻ നാദിർ ഷായുടെ പരാതിയിൽ വിശദീകരണവുമായി എറണാകുളം പാലാരിവട്ടത്തെ പെറ്റ് ഹോസ്പിറ്റൽ അധികൃതർ. പൂച്ചയ്ക്ക് സെഡേഷൻ കൊടുക്കുന്നതിനിടയിൽ ഹാർട്ട് ബീറ്റ് കുറയുകയായിരുന്നുവെന്ന് ആശുപത്രി മേധാവി ഡോക്ടർ അനീഷ് 24നോട്. നാദിർ ഷായുടെ വിഷമത്തിനൊപ്പം നിൽക്കുന്നുവെന്നും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും ഡോക്ടർ അനീഷ്. കരമനയിൽ ദമ്പതികൾ മരിച്ച നിലയിൽ, ആത്മഹത്യയെന്ന് സൂചന. കുടുംബത്തിന് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ. ഇടുക്കി പീരുമേട് വനത്തിനുള്ളിൽ വെച്ച് ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ട സംഭവം വിശദമായി അന്വേഷിക്കാൻ പോലീസ്. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം വീണ്ടും മൊഴിയെടുക്കും. സീത മരിച്ചത് കാട്ടാനാക്രമണത്തിലല്ലെന്ന പോലീസ് വാദം തള്ളി ഭർത്താവ്. തന്നെ കൊടുക്കാൻ ആസൂത്രിത നീക്കമെന്നും ബിനു. മരണത്തിൽ വ്യക്തത വരും മുമ്പ് വനംവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമമുണ്ടായെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. എറണാകുളത്ത് വെർച്വൽ അറസ്റ്റിലൂടെ 1 കോടി രൂപ തട്ടിയെടുത്തു. സൈനിക വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി എന്ന പേരിലായിരുന്നു ഭീഷണി. ലക്നൌ പോലീസിന്റെ പേരിലാണ് തട്ടിപ്പ് നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് 7 ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വന്യജീവി ആക്രമണം, ലഹരി, ദേശീയപാതാ നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ചോദ്യങ്ങൾ. നിലമ്പൂരിലേത് രാഷ്ട്രീയ പോരാട്ടമാണെന്നും LDF രാഷ്ട്രീയം പറയാതെ പച്ച വർഗീയത പറയുന്നുവെന്നും VD സതീശൻ. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് വേട്ട. 37 കിലോ കഞ്ചാവ് പിടികൂടി. മുർഷിദാബാദിൽ നിന്നെത്തിയ 2 സ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം വെള്ളറടയിൽ വീട്ടമ്മയെ കൊന്നു കുഴിച്ചുമൂടി. കൊല്ലപ്പെട്ടത് പഞ്ചാങ്കുഴി സ്വദേശി പ്രിയംവദ. പ്രദേശവാസിയായ വിനോദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ ബിഗ് ബോസ് താരം ജിൻഡോക്കെതിരെ പോലീസിന്റെ അന്വേഷണം. ജിൻഡോ ഒളിവിലെന്ന് പോലീസ്. കേസ് അന്വേഷണത്തിൽ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടും ജിൻഡോ എത്തിയില്ല എന്നും പോലീസ്.
തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ വിദ്യാർത്ഥികളെ പൂട്ടിയിട്ട് ഏത്തമിടിച്ച അധ്യാപികയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. വിശദീകരണം നൽകാൻ അധ്യാപിക ദരീഫയ്ക്ക് നിർദ്ദേശം. ഡിഡിയുടെ നടപടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജലഹരി മരുന്ന് കേസിൽ കുടുക്കിയതിൽ മരുമകളുടെ സഹോദരി ലിവിയ റിമാൻഡിൽ. അപമാനിച്ചതിലുള്ള പ്രതികാരമെന്ന് ലിവിയയുടെ കുറ്റസമ്മതം. അറസ്റ്റ് രേഖപ്പെടുത്തിയത് 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം. പദ്ധതി ആസൂത്രണം ചെയ്തത് ലിവിയയും നാരായണദാസും ചേർന്നെന്ന് പോലീസ്. ലിവിയെ അപമാനിച്ചിട്ടില്ല എന്ന് ഷീല സണ്ണി. വയനാട് മേപ്പാടി നെല്ലിമുണ്ടയിൽ 2 വയസ്സുകാരി കാറിനുള്ളിൽ കുടുങ്ങി. ചെന്നൈ സ്വദേശികളായ മാതാപിതാക്കൾ ഫോട്ടോ എടുക്കാൻ പുറത്തിറങ്ങിയപ്പോൾ കാറിന്റെ ഡോർ ഓട്ടോമാറ്റിക്കായി ലോക്കാവുകയായിരുന്നു. അരമണിക്കൂറോളം കുഞ്ഞ് കാറിൽ കുടുങ്ങി. ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴ. മൂന്നാർ, രാജാക്കാട്, നെടുങ്കണ്ടം, കട്ടപ്പന, പീരുമേട് മേഖലകളിൽ ശക്തമായ മഴ. കൊല്ലത്ത് റെയിൽവേ ട്രാക്കിന് മുകളിൽ മരം വീണ് തീപടർന്നു. കൊല്ലത്തിനും ഇരവിപുരത്തിനും ഇടയിലാണ് മരം വീണത്. കന്യാകുമാരി പുനലൂർ പാസഞ്ചർ കടന്നുപോകുന്നതിന് തൊട്ടുമുമ്പാണ് അപകടം. വയനാട് നമ്പ്യാർകുന്നിൽ വീണ്ടും പുലിയിറങ്ങി. പാറക്കൊഴുപ്പ് സ്വദേശി ദാമോദറിന്റെ വീട്ടുമുറ്റത്താണ് പുലിയെത്തിയത്. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. കണ്ണൂരിൽ ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് മണ്ണിടിഞ്ഞു. കണ്ണൂർ പട്ടുവം റോഡിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. തളിപ്പറമ്പ് പട്ടുവം റോഡിൽ ഗതാഗത നിയന്ത്രണം. ആലപ്പുഴയിൽ ശക്തമായ കാറ്റും മഴയും. ചുങ്കത്ത് 3 വീടുകൾ തകർന്നു. ശക്തമായ കാറ്റിൽ മേൽക്കൂരകൾ പറന്നുപോയി. പത്തനംതിട്ട കോന്നി ആവോലിക്കുഴിയിൽ വീടുകൾക്ക് സമീപം കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കോഴിക്കോട് ഒടുമ്പ്ര കള്ളിക്കുന്നിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. കോയിറങ്ങാത്ത അഷറഫിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത്. ആളപായം ഇല്ല. തിരുവനന്തപുരം നെടുമങ്ങാട് വലിയമലയിൽ വാഹനാപകടത്തിൽ 1 വയസ്സുകാരന് ദാരുണാന്ത്യം. വിതുര സ്വദേശി ഷിജാദിന്റെ മകൻ ആബിസ് മിൽഖാനാണ് മരിച്ചത്. കുടുംബം ഓട്ടോയിൽ സഞ്ചരിക്കുന്നതിനിടെ ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. വയനാട് നമ്പ്യാർകുന്നിൽ പുലി ആടിനെ കടിച്ചുകൊന്നു. അരീക്കാട്ടിൽ പിതാപരന്റെ വീട്ടിലെ ആടുകളെയാണ് രാത്രി പുലി ആക്രമിച്ചത്. എറണാകുളം ചെല്ലാനത്ത് സ്വകാര്യ ബസ്സിൽ നിന്ന് ചാടിയ 16-കാരന് ദാരുണാന്ത്യം. ചെല്ലാനം സ്വദേശി പവൻ സുമോദാണ് മരിച്ചത്. ബസ്സിന്റെ ഡോർ തുറന്നിട്ട് വാഹനമോടിച്ചതിന് ഡ്രൈവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ആലപ്പുഴയിൽ 3-അംഗ സംഘം സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞൊരു മരണം. തത്തമ്പള്ളി സ്വദേശി ബിജോയ് ആന്റണിയാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയാണ് ബിജോയിയെ പുറത്തെടുത്തത്. എറണാകുളം മലയാറ്റൂരിൽ കാട്ടാനക്കൂട്ടമെത്തി. നീലേശ്വരം പഞ്ചായത്തിലെ ഇല്ലിത്തോട് 4-ാം ബ്ലോക്കിലെ ജനവാസ മേഖലയിലാണ് കാട്ടാനക്കൂട്ടമെത്തിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന് പരാതി. കൊടുവള്ളി സ്വദേശി ജൈസലിനെതിരെയാണ് പരാതി. വിദ്യാർത്ഥിക്ക് ബുള്ളറ്റ് വാടകയ്ക്ക് നൽകി പണം തട്ടാൻ ശ്രമിച്ചെന്നും പരാതി. കൊല്ലം ദേശീയപാതയിൽ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ അപകടം ദേശീയപാത നിർമ്മാണത്തിന്റെ ഇടയിൽ. പത്തനംതിട്ട ചോത്താങ്കര അത്തിക്കയം പാതയിൽ വൈദ്യുതി തൂൺ അപകടക്കെണിയിൽ. ഇരുചക്രവാഹന യാത്രക്കാരനെ മരണത്തിനിടയാക്കിയ വൈദ്യുതി തൂൺ മാറ്റി സ്ഥാപിക്കാതെ അധികൃതർ. കോഴിക്കോട് മുക്കത്ത് തോട്ടിൽ വീണ കാർ ഉയർത്തിയപ്പോൾ പെരുമ്പാമ്പിനെ കണ്ടെത്തി. ക്രെയിൻ ഉപയോഗിച്ച് കാർ തോട്ടിൽ നിന്ന് കയറ്റിയപ്പോഴാണ് പാമ്പിനെ കണ്ടത്. ആലപ്പുഴ മാവിളപ്പടി ആശാൻ കലുങ്ക് റോഡിന്റെ ടാറിംഗ് ഇളകിയതോടെ അപകടം പതിവാകുന്നു. റോഡിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ടാറിംഗ് ഇളകാൻ കാരണമെന്ന് പരാതി. ഇടുക്കി ഗ്യാപ് റോഡിൽ വീണ്ടും ഗതാഗത നിരോധനം. ഈ മാസം 17 വരെ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നാണ് നിർദ്ദേശം. കോടികൾ മുടക്കി നിർമ്മിച്ച ഗ്യാപ് റോഡ് മഴക്കാലമായാൽ ഗതാഗതം നിരോധിക്കേണ്ട നിലയിലേക്ക് മാറുന്നുവെന്ന് നാട്ടുകാരുടെ പരാതി. മയക്കുമരുന്നിനെതിരെ സീകൾട്ട് ട്രസ്റ്റും റോസാറൈസ് ഫിലിമും സംയുക്തമായി നിർമ്മിച്ച പാർവണ എന്ന ബോധവൽക്കരണ ഹ്രസ്വചിത്രത്തിന്റെ പോസ്റ്റർ പ്രകാശനം നടന്നു. പേരൂർക്കട ലോ അക്കാദമിയിലെ കൃഷ്ണയ്യർ ഹാളിൽ നടന്ന ചടങ്ങിൽ കേരള ലോ അക്കാദമി MD അഡ്വക്കേറ്റ് നാഗരാജ് നാരായണൻ, അനിൽകുമാർ, DIG ഹരിശങ്കർ IPS തുടങ്ങിയവർ പങ്കെടുത്തു. ആരോമൽ വസന്തകുമാർ, ബൈജു മുത്തുനേശൻ, രമേശ് ഗോപാൽ തുടങ്ങിയവർ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും കനകരാഘവനാണ്. ഇടുക്കി മുട്ടത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കൽ പാതി വഴിയിൽ. മാലിന്യം തള്ളുന്നവരെ പിടികൂടാനുള്ള നിരീക്ഷണ ക്യാമറയാണ് സ്ഥാപിക്കാൻ കഴിയാതായത്. ക്യാമറ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാതെയാണ് കെൽട്രോൺ ജീവനക്കാർ മടങ്ങിയത്. തൃശൂർ മാള ജൂത സിനഗോഗിന്റെ മേൽക്കൂര തകർന്നു. നവീകരിച്ച് 1.5 വർഷത്തിനു ശേഷമാണ് മേൽക്കൂര തകർന്നത്. യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവയെ സന്ദർശിച്ച് മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ.
കൂടിക്കാഴ്ചയിൽ സമകാലിക വിഷയങ്ങൾ ചർച്ചയായി. ലഹരിക്കെതിരെ കേന്ദ്ര സർക്കാരും മഹാരാഷ്ട്ര ഗവർണറും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് യാക്കോബായ സഭയുടെ പിന്തുണ കാതോലിക്ക ബാവ ഉറപ്പു നൽകി. മെത്രോപൊലിത്തമാരായ ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസും ഐസക് മാർ ഒസാത്തിയോസും കൂടിക്കാഴ്ചയുടെ ഭാഗമായി. മുടവൂർപ്പാറ പങ്കജ നിവാസിൽ പരേതനായ റിട്ടയർഡ് ഡിവൈഎസ്പി ജി പത്മനാഭൻ നായരുടെ മകൻ മനോജ് VP അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. കേന്ദ്രീയ വിദ്യാലയം എറണാകുളം വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു. കേരളത്തിലെ വിവിധ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നിന്ന് അണ്ടർ 17, അണ്ടർ 14 വിഭാഗത്തിൽ നിന്നായി 365 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അണ്ടർ 17 ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ കേന്ദ്രീയ വിദ്യാലയം കോഴിക്കോട് വിജയികളായി. കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടന്നു. തിരുവനന്തപുരം ഗിരിദീപം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് കെ ബാബു, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെരീഫ് പാലോളി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PC കിഷോർ എന്നിവർ നേതൃത്വം നൽകി. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി പ്രധാന അറിയിപ്പുകൾ. കൊല്ലം വാളത്തുങ്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 16-ന്. കൊല്ലം അഞ്ചാലുമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ് സംസ്കൃതം വിഷയത്തിലേക്കാണ്. അഭിമുഖം ഈ മാസം 17-ന്. കൊല്ലം പനയനം അങ്കണവാടിയിലേക്ക് ഹെൽപ്പർ ഒഴിവ്. ഈ മാസം 19-നകം അപേക്ഷ നൽകണം. പത്തനംതിട്ട ചെന്നീർക്കര SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ മാനേജ്മെന്റ് സീറ്റിലേക്ക് ഒഴിവ്. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയത്തിലേക്കാണ് ഒഴിവ്. പത്തനംതിട്ട തട്ട NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ് മാത്തമാറ്റിക്സ് വിഷയത്തിലേക്കാണ്. ഇന്റർവ്യൂ ഈ മാസം 19-ന്. കോട്ടയം വേളൂർ ഗവൺമെന്റ് LP സ്കൂളിൽ അറബിക് അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ. കോട്ടയം തീക്കോയിക്കൽ ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ ഒഴിവ്. അഭിമുഖം ഈ മാസം 18-ന്. മൂന്നാർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപക ഒഴിവ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ ബ്രാഞ്ചുകളിലേക്കാണ് ഒഴിവുള്ളത്. അഭിമുഖം ഈ മാസം 19-ന്. എറണാകുളം വാഴക്കുളം പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടേഴ്സിന്റെ ഒഴിവ്. അഭിമുഖം ഈ മാസം 19-ന്. പട്ടാമ്പി ഡോക്ടർ KB മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. ബോട്ടണി, കൊമേഴ്സ്, പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിലേക്കാണ് ഒഴിവ്. ദേശീയ വാർത്തകൾ. ഉത്തർപ്രദേശിലെ മഥുരയിൽ കെട്ടിടം തകർന്നു വീണ അപകടം. 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർക്ക് ദാരുണാന്ത്യം. 3 പേരെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഹിമാചൽ മണാലിയിൽ സിപ്ലൈൻ പൊട്ടി വീണ് 10 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. നാഗ്പൂരിൽ നിന്ന് മാതാപിതാക്കൾക്കൊപ്പം അവധി ആഘോഷിക്കാനെത്തിയ ട്രിഷയ്ക്കാണ് പരിക്കേറ്റത്. നദിക്ക് കുറുകെ കടക്കുന്നതിനിടെ സിപ്ലൈൻ പൊട്ടി വീഴുകയായിരുന്നു. മുൻ ബീഹാർ മന്ത്രി തേജ് പ്രതാപ് യാദവിനെ രാഷ്ട്രീയ ജനതാദളിൽ നിന്ന് പുറത്താക്കിയതിനെ പരിഹസിച്ച ബീഹാർ ഉപമുഖ്യമന്ത്രി സമ്രാട് ചൌധരി. രാഷ്ട്രീയത്തിൽ പൊതുജനാഭിപ്രായത്തെ ഭയപ്പെടേണ്ടത് പ്രധാനമാണെന്ന് സമ്രാട് ചൌധരി. പൂനെയിൽ പുഴയ്ക്ക് കുറുകെയുള്ള നടപ്പാലം തകർന്നു വീണ് 5 പേർ മരിച്ചു. 30ഓളം പേർ ഒഴുക്കിൽപ്പെട്ടു. 6 പേരുടെ നില അതീവ ഗുരുതരമാണ്. പൂനെയിലെ തലേക്കോവിൽ ഇന്ദ്രയാണി നദിക്ക് കുറുകെയുള്ള കാലപ്പഴക്കം ചെന്ന പാലമാണ് ഉച്ചയോടെ തകർന്നത്. കർണാടകയുടെ തീരദേശ മേഖലകളിൽ ശക്തമായ മഴ. മംഗളൂരു നഗരത്തിലെ നിരവധി താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതായി റിപ്പോർട്ട്. റോഡുകൾ വെള്ളത്തിലായതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു. കേദാർനാഥ് തീർത്ഥയാത്ര താൽക്കാലികമായി നിർത്തിവെച്ചു. ജംഗൽചട്ടി മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിലാണ് തീരുമാനം. രാജ്യാന്തര വാർത്തകൾ. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ യുദ്ധസമാന സാഹചര്യം. ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ പ്രത്യാക്രമണം നിർത്തുമെന്ന് ഇറാൻ. ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ച് ഇസ്രയേലിൽ 13 പേരും ഇറാനിൽ 128 പേരും കൊല്ലപ്പെട്ടു. ഇറാന്റെ ആക്രമണമുണ്ടായ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ആക്രമണത്തിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് നെതന്യാഹു. സംഘർഷത്തെ തുടർന്ന് നെതന്യാഹുവിന്റെ മകന്റെ വിവാഹം മാറ്റിവെച്ചെന്ന് റിപ്പോർട്ട്. ഇറാന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയെ ആക്രമിച്ചാൽ ഇതുവരെ കാണാത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ഇസ്രയേലിന്റെ ഇറാൻ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്നും ട്രംപ്. പാകിസ്ഥാനിൽ ഭൂചലനം. 4.4 തീവ്രത രേഖപ്പെടുത്തി. ആളപായം ഇല്ല. നോക്കാം ഇനി ബിസിനസ് വാർത്തകൾ.
യാത്രാവിലക്ക് 36 രാജ്യങ്ങളിലേക്ക് കൂടി നീട്ടാനാലോചിച്ച് ട്രംപ് ഭരണകൂടം. കരട് മെമ്മോയിൽ ഒപ്പുവെച്ച് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. പട്ടികയിൽ ആഫ്രിക്കൻ, കരീബിയൻ, മധ്യേഷ്യൻ, പസഫിക് ദ്വീപ് രാജ്യങ്ങളും. അമേരിക്കൻ താരിഫ് ഉയർത്തിയ ആശങ്ക G7 യോഗത്തിൽ ചർച്ചയാകും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതങ്ങളും G7 രാജ്യങ്ങൾ പരിശോധിക്കും. ഓസ്ട്രേലിയയിലെ ഡാറ്റാ സെന്ററിനായി $13 ബില്യൺ നിക്ഷേപിക്കാൻ ആമസോൺ. നിക്ഷേപം നടത്തുന്നത് 2025 മുതൽ 2029 വരെ. ക്രിപ്റ്റോ സംരംഭങ്ങളിൽ നിന്ന് $57.7 മില്യൺ നേട്ടമുണ്ടാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കണക്കുകൾ ഗവൺമെന്റ് എത്തിക്സ് ഓഫീസ് പുറത്തുവിട്ട ആസ്തി വെളിപ്പെടുത്തൽ റിപ്പോർട്ടിൽ. കായിക വാർത്തകൾ. അർജന്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിനെ റാഞ്ചാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഒനാനിയെ ഒഴിവാക്കി എമിയെ സ്വന്തമാക്കാനാണ് നീക്കം. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ മുഴുവൻ മത്സരങ്ങളിലും സ്പിന്നർ കുൽദീപ് യാദവിനെ ഉൾപ്പെടുത്തണമെന്ന് മുൻ താരം ആർ അശ്വിൻ. ഇംഗ്ലണ്ട് പോലെയുള്ള വിദേശ പിച്ചുകളിൽ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ മാത്രമാണ് ഉൾപ്പെടുത്താറുള്ളത്. എന്നാൽ ഇത്തവണ 2 സ്പെഷ്യലിസ്റ്റ് സ്പിന്നേഴ്സിനെ ഉൾപ്പെടുത്തണം എന്ന് ആർ അശ്വിൻ ആവശ്യപ്പെട്ടു. ഇംഗ്ലണ്ട് പര്യടനത്തിന് മുന്നോടിയായുള്ള ടീം ഇന്ത്യയുടെ ഇൻട്രോ സ്ക്വാഡ് മത്സരത്തിൽ സർഫറാസ് ഖാൻ സെഞ്ചുറി. ഇഷാൻ കിഷനും മത്സരത്തിൽ തിളങ്ങി. മോഹൻ ബഗാന്റെ മലയാളി താരം ആഷിഖ് കരുണിയനായി ബംഗളൂരു FC രംഗത്തെന്ന് റിപ്പോർട്ടുകൾ. താരവുമായി ബംഗളൂരുവിന്റെ ചർച്ചകൾ തുടരുകയാണെന്ന് റിപ്പോർട്ടുകൾ. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. തമിഴ് ചിത്രം മെയ്സ് OTTയിൽ റിലീസ് ചെയ്തു. വിജയ് സേതുപതി ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു. പ്രഭാസ് നായകനാകുന്ന രാജാ സാബിന്റെ ടീസർ ഡേറ്റ് പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. ടീസർ പ്രേക്ഷകരിലേക്ക് എത്തുക നാളെ. മലയാള ചിത്രം ഗോസ്റ്റ് പാരഡൈസിന്റെ ഓഡിയോ പ്രകാശനം നടന്നു. ഓസ്ട്രേലിയയിലും കേരളത്തിലുമായാണ് ചിത്രീകരണം നടന്നത്. ചിത്രത്തിന്റെ സംവിധായകൻ ജോയ് കെ മാത്യു. മോഹൻലാലിന്റെ തെലുങ്ക് ചിത്രം കണ്ണപ്പയുടെ ട്രെയിലർ റിലീസ് ചെയ്തു. ചിത്രത്തിൽ നായകൻ വിഷ്ണു മഞ്ജുവാണ്. മോഹൻലാലിനൊപ്പം അക്ഷയ് കുമാർ, പ്രഭാസ് തുടങ്ങിയ പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ശ്രീനാഥ് ബാസി ചിത്രം ആസാദി OTTയിലേക്ക്. ചിത്രം OTTയിൽ റിലീസ് ചെയ്യുന്നത് ഈ മാസം 27-ന്. കഴിഞ്ഞ മാസം 23-നായിരുന്നു ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നത്. നോക്കാം ഇനി ഫാക്ട് ചെക്ക്. അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ വിമാനാപകടം എന്ന തരത്തിൽ ഒരു ചിത്രം പ്രചരിക്കുന്നു. നേപ്പാളിലുണ്ടായ വിമാനാപകടത്തിന്റെ ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. +1 ഏകജാലക 3ാം ഘട്ട അലോട്ട്മെന്റിൽ പ്രവേശനം നാളെ. ക്ലാസുകൾ ആരംഭിക്കുന്നത് ഈ മാസം 18-ന്. കോഴിക്കോട് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST അറബിക്ക് ഹിന്ദി വിഷയങ്ങളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10-ന് സ്കൂൾ ഓഫീസിൽ. കണ്ണൂർ പിലാത്തറ ചെറുതാഴം കൃഷിഭവനിൽ തെങ്ങിൻ തൈകൾ സബ്സിഡി നിരക്കിൽ നാളെ രാവിലെ 10 മുതൽ നൽകും. ആവശ്യമുള്ളവർ നികുതി രസീത് ആധാർ സഹിതം കൃഷിഭവനിൽ എത്തണം. കണ്ണൂർ വെള്ളോറ കൈരളി വായനശാല SSLC +2 ഉന്നത വിജയികളെ ആദരിക്കുന്നു. അനുമോദനം നാളെ വൈകിട്ട് 5-ന് വായനശാലയിൽ നടക്കും. എറണാകുളം കോലഞ്ചേരി MOSC മെഡിക്കൽ കോളേജ് സാമൂഹികാരോഗ്യ വിഭാഗം, കടക്കനാട് ക്ഷീരോത്പാദക സഹകരണ സംഘം എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നാളെ. ക്യാമ്പ് നാളെ രാവിലെ 10-ന് കടക്കനാട് ഹെൽത്ത് സെന്ററിൽ. മലപ്പുറം വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിത വിഭാഗത്തിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക്. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. SPS നഗർ ജില്ലയിൽ പോലീസ് പോസ്റ്റിന് നേരെയുണ്ടായ ആക്രമണ കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചു. രഹോൺ സ്വദേശികളായ 3 പേരാണ് കേസിലെ പ്രതികൾ. പ്രതികൾക്ക് ഖലിസ്ഥാൻ ബന്ധമുണ്ടെന്ന് NIA. ഉത്തർപ്രദേശിൽ കനത്ത മഴ. ഇടിമിന്നലേറ്റ് ബല്ലിയ ജില്ലയിൽ 13 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. 2 പേർക്ക് പരുക്ക്. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.